2017 NTSC കേരള മാറ്റിൻ്റെ 26 മുതലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 26ാമത്തെ ചോദ്യം നോക്കാം. ശേഖർ ഒരു ക്യൂബിൽ നിന്ന് പുറകുവശത്ത് നിന്ന് 12ാമതാണ്. ശേഖർ ഈ ഭാഗത്ത് നിന്ന് ഇടത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് 12ാമതാണ്. പീറ്റർ ഈ ക്യൂബിൻ്റെ മുൻവശത്ത് നിന്ന് 20ാമതാണ്. ഇവിടെ നിന്ന് 20ാമത്, ഇവിടുന്ന് 12ാമതാണ്. ഇവിടുന്ന് ഈ പീറ്റർ എന്ന് പറയുന്ന ആൾ ഇവിടുന്ന് 20ാമതും ആണ് എന്ന് പറയുന്നു. ഇരുവർക്കും മധ്യത്തായി മധ്യത്തിലായി വിശാൽ നിൽക്കുന്നു എങ്കിൽ ആ ക്യൂബിൽ ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ കുട്ടികളുടെ എണ്ണം എത്ര എന്നുള്ള ചോദ്യം. അപ്പോൾ ഈ ഒരു ക്യൂബിൽ ഇവരുടെ രണ്ടാളുടെയും നടുവിലായിട്ട് വിശാൽ നിൽക്കുന്നു എങ്കിൽ ഇതിലെത്ര ആളുകളാണ് ആകെയുള്ളതെന്ന് ചോദ്യം. നമുക്കറിയാം ഈ ക്യൂ ഇവിടുന്ന് 12ഉം ഇവിടുന്ന് 20ഉം എണ്ണാൻ കഴിയണമെങ്കിൽ നമുക്ക് എന്തായാലും ഈ ക്യൂവിൽ മാക്സിമം എത്ര ആൾ വേണം? 20 ആൾ എന്തായാലും മിനിമം വേണം. ഈ ക്യൂവിൽ നിർബന്ധമായിട്ടും മിനിമം 20 ആളുകൾ ഉണ്ടായാലേ ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണി 20 വരെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പൊസിഷനിൽ ഇവിടുന്ന് എണ്ണി ഇവിടേക്കും എത്താൻ കുഴപ്പമില്ല. ഇവിടുന്ന് 12 ആളായി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണും ചെയ്യാം. അപ്പോൾ ഈ ക്യൂവിൽ എന്തായാലും മിനിമം ആൾ 20 ആൾ വേണം എന്നുള്ളത് മനസ്സിലായി നമുക്ക്. ഇനി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ, അതായത് ഇവരുടെ മധ്യത്തിലായി വിശാൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ നടുവിൽ വിശാൽ നിൽക്കണമെങ്കിൽ എത്ര എണ്ണം വേണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇത് 1ാമത്തെ ആളാണ്. ഇയാൾ ഇവിടുന്ന് എണ്ണുമ്പോൾ ഇയാൾ ഇപ്പോൾ എത്രാമത്തെ ആളായി? 1ാമത്തെ ആളായി. ഇയാൾ എത്രാമത്തെ ആളായി? 12ാമത്തെ ആളുമായി. 1ാമത്തെ ആളും 12ാമത്തെ ആളും. അപ്പോൾ 12 വരെ ഉള്ളത് 1 മുതൽ 12 വരെ എണ്ണുമ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. ഇനി ഇവരുടെ നടുവിൽ ഒരാൾ വേണം. അപ്പോൾ 1 മുതൽ 12 വരെ എന്ന് പറയുമ്പോൾ എണ്ണുമ്പോൾ 12 നിന്ന് 2 ആൾ പോയി. ബാക്കി ഇതിൻ്റെ നടുവിൽ എത്ര ആൾക്കാരാണ് ഉണ്ടാവുക? ഇതിൻ്റെ നടുവിൽ 10 ആൾക്കാരാണ് ഉണ്ടാവുക. 1 മുതൽ 12 വരെ ഉണ്ടുമ്പോൾ 1 ഇവിടെയും പോയി, 12 ഇവിടെയും പോയി. അപ്പോൾ ഇനി 10 ആൾക്കാരാണ് ഉണ്ടാവുക. 10 ആൾക്കാരാകുമ്പോൾ 5 ആൾ ഇപ്പുറത്തും 5 ആൾ ഇപ്പുറത്തും നിന്ന് കഴിഞ്ഞാൽ നടുവിൽ ആളുണ്ടാവില്ല. അപ്പോൾ നടുവിൽ ആളുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ നടുവിൽ നമുക്ക് എന്ത് വേണം? 10 ആൾ പോരാ, നമുക്ക് ഒരാൾ കൂടി എക്സ്ട്രാ വേണം. അതായത് 11 ആളുണ്ടെങ്കിൽ ഇവരുടെ നടുവിൽ ഒരാളെ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ നടുവിൽ ആളെ കിട്ടണ്ടായിരുന്നു എങ്കിൽ വേണ്ടിയിരുന്നില്ല എങ്കിൽ നമുക്ക് മാക്സിമം 20 ആൾ മതിയായിരുന്നു. പക്ഷേ ഇവരുടെ മധ്യത്തിൽ ഒരാൾ എന്ന് പറയുന്നു, ഇവിടെ 10 ആളാണ് നടുവിലുണ്ടാവുക. 5 ആൾ ഇവിടെയും 5 ആൾ ഇവിടെയും പോയി നടുവിൽ ഒരാൾ നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ക്യൂവിൽ 20 ആളുണ്ടായാൽ പോരാ. മിനിമം എന്ന് പറയുന്ന എണ്ണം എത്രയായിരിക്കണം? 21 ആയിരിക്കണം. മിനിമം എണ്ണമാണ് നമ്മൾ 21 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. പൂച്ചകളും കാക്കകളും അടങ്ങിയ ഒരു കൂട്ടത്തിൽ കാലുകളുടെ ആകെ എണ്ണം തലകളുടെ ആകെ എണ്ണത്തിൻ്റെ ഇരട്ടിയേക്കാൾ 12 കൂടുതലാണ് എങ്കിൽ കൂട്ടത്തിലുള്ള പൂച്ചകളുടെ എണ്ണം എത്ര? അപ്പോൾ നമ്മൾ പറയുന്നത് പൂച്ചകൾക്ക് 4 കാലുകളാണ്, കാക്കകൾക്ക് 2 കാലുകളാണ്. ഇതിന് എക്സ് എന്ന് കൊടുത്താൽ ഇവിടെ 4 കാലുകൾ കൂടിക്കഴിഞ്ഞാൽ 4x കാലുകൾ ഉണ്ടാവും. ഇവിടെ y കൊടുത്താൽ എത്ര കാലുകൾ ഉണ്ടാവും? 2y കാലുകൾ ഉണ്ടായിരിക്കും. ഈ കൂട്ടത്തിൽ കാലുകളുടെ ആകെ എണ്ണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയായി? 4x + 2y. തലകളുടെ ആകെ എണ്ണം എന്ന് പറയുമ്പോൾ എന്താണ്? x + y ആണ്. ആകെ എണ്ണത്തിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയായി? 2 ടൈംസ് ആയി. 12 കൂടുതലാണ്. ഇതിൽ കൂടെ 12 കൂട്ടിയാലാണ് ഇത് രണ്ടും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കാം. എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 4x ഉണ്ട്, 4x, ഇവിടെ എത്ര x ആയി? 2x ആയി. അപ്പോൾ 4x നിന്ന് 2x പോയി. ഈ 2xും ഈ 4xും സബ്ട്രാക്ട് ചെയ്യുക. 4x നിന്ന് 2x പോയി എന്ത് കിട്ടും? യു ഗെറ്റ് 2x എന്ന് കിട്ടും. ഈ 2yയും ഇവിടെ 2y ഉണ്ട്, ഇത് എക്സ്പാൻഡ് ചെയ്ത് 2yയും 2yയും പോയി കഴിഞ്ഞാൽ അത് ബാലൻസ് ആവും, ഈക്വൽ ടു. പിന്നെ ഇവിടെ ഉള്ളത് എത്രയാണ്? ഇവിടെ 12 ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 12 എഴുതാം. ദറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 6 കിട്ടും. പൂച്ചകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ആണ്. എക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. എക്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടിക്കഴിഞ്ഞ്. അടുത്തത് 28ാമത് ചോദ്യം. താഴെ തന്നിരിക്കുന്ന വാക്കുകളിലെ അക്ഷരങ്ങളെ അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിച്ചതിന് ശേഷം കിട്ടുന്ന വാക്കുകളെ ഡിക്ഷണറി ഓർഡറിൽ എഴുതിയാൽ മൂന്നാമത് വരുന്ന വാക്ക് ഏത് എന്നാണ് ചോദ്യം.
ആദ്യം ഇതിലെ അക്ഷരങ്ങളെ നമ്മൾ ഡിക്ഷണറി ഓർഡറിൽ ക്രമീകരിക്കണം. ഡിക്ഷണറി ഓർഡറിൽ ക്രമീകരിക്കുമ്പോൾ നമുക്കറിയാം ഓരോ അക്ഷരങ്ങളും റീഅറേഞ്ച് ചെയ്യണം. അതായത് എ ആദ്യം വരും, എ ഉണ്ട് ഇവിടെ. അപ്പോൾ എ ആദ്യം വരുമ്പോൾ ഈ ലെറ്റർ ആദ്യം വരും. ഈ എ ഉണ്ട് ഇവിടെ, ഈ എ ഉണ്ട് ഇവിടെ, ഈ എ ഉണ്ട് ഇവിടെ. അപ്പോൾ എ നോട്ടം കഴിഞ്ഞു. എല്ലാറ്റിലും എ ഉണ്ടായതുകൊണ്ട് എ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ചാൻസ് കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ലെറ്ററാണ് നമ്മൾ എല്ലാറ്റിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എ ആയിരിക്കും. ഇനി സെക്കൻഡ് ലെറ്റർ നോക്കുന്നുണ്ട് എ ബി സി. ഇവിടെ സി വന്നിട്ടുണ്ട്, ഇവിടെ ഇ വന്നിട്ടുണ്ട്, ഇവിടെ ആറാണ്, അപ്പോൾ ഇവിടെ വൈ ആണ്. അപ്പോൾ ഇത് സെക്കൻഡ് ലെറ്റർ ആയി കഴിഞ്ഞു. ഇത് ഫസ്റ്റ് ലെറ്റർ ആയി കഴിഞ്ഞു. നമ്മൾ എല്ലാവരും നോക്കുമ്പോൾ എല്ലാതും എ ഉണ്ടാവുകൊണ്ട് നമ്മൾ ഇത് ഫസ്റ്റ് ലെറ്റർ ആയി കഴിഞ്ഞു. ഇനി ഇത് സി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ള ചാൻസ് ഇതിൽ ഡി ആണ് ഒരു ലെറ്റർ ഇവിടെ ഉള്ളത്. ഇവിടെ ഡി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ബഡിയിൽ ഡി ഉണ്ട്. അപ്പോൾ ഇതിൽ ആരാ ആദ്യം വരിക എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിലും ഡി ഉണ്ട്, ഇതിലും ഡി ഉണ്ടായതുകൊണ്ട് നമ്മൾ അടുത്ത ലെറ്റർ നോക്കണം. അടുത്ത ലെറ്റർ നോക്കുമ്പോൾ ഏതാണ്? ഇ ആണ് അടുത്ത ലെറ്റർ. ഇ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ആയിട്ട് വരും. ഇതാണ് എന്തായിട്ട് വരിക? തേർഡ് പൊസിഷനായിട്ട് ഡിക്ഷണറിയിൽ വരിക. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ 2 പദങ്ങൾ ഉത്തരസൂചികയിൽ തന്നിരിക്കുന്നത് പോലെ മാറ്റിയാൽ സമചിഹ്നത്തിന് ഇരുവശത്തുമുള്ള സംഖ്യാവാചകങ്ങൾ തുല്യമാകും. ശരിയുത്തരം ഏത് എന്നാണ് ചോദ്യം. ഇതിന് നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് വർക്കൗട്ട് ചിലപ്പോൾ അപ്പം തന്നെ ചെയ്യേണ്ടി വരും. നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടി വരും. ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ 2 and 3 ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, പ്ലസ്സും ഇൻറ്റുവും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അതായത് 2 എന്ന് എഴുതിയോർത്ത് നമ്മൾ എന്ത് എഴുതണം? 3 എന്ന് എഴുതണം. 3 എന്ന് എഴുതിയോർത്ത് എന്ത് എഴുതണം? 2 എന്ന് എഴുതണം. ഈ 2 എന്ന് എഴുതിയോർത്ത് എന്ത് എഴുതണം? 3 എന്ന് എഴുതണം. ഈ 3 എന്ന് എഴുതിയോർത്ത് എന്ത് എഴുതണം? 2 എന്ന് എഴുതണം. അപ്പോൾ 2 and 3 ഇൻ്റർചേഞ്ച് കഴിഞ്ഞ് ഇനി പ്ലസ്സും ഇൻറ്റു ഇൻ്റർചേഞ്ച് ചെയ്യണം. പ്ലസ് എന്താക്കണം? ഇവിടെ ഇൻറ്റു ആക്കണം. ഇൻറ്റു എന്താക്കണം? ഇൻറ്റു എന്താക്കി മാറ്റണം? പ്ലസ് ആക്കി മാറ്റണം. ഇവിടെ പ്ലസ് എന്താക്കണം? ഇൻറ്റു ആക്കണം. ഇവിടെ ഇൻറ്റു എന്താക്കി മാറ്റണം? പ്ലസ് ആക്കി മാറ്റണം. ഇവിടെ പ്ലസ് ആക്കി മാറ്റണം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ദാറ്റ് ഈസ് യു വാണ്ട് ടു ഡിവൈഡ് 4 divides 4 ആദ്യം ചെയ്യണം. 4 divides 4 is 1. അപ്പോൾ 3 × 5 15, 15 + 1 16, 16 2 പോയി കഴിഞ്ഞാൽ യു ഗെറ്റ് 14 എന്ന് കിട്ടും. ദാറ്റ് യു ഗെറ്റ് 14. ഇവിടെ നമുക്ക് 3 × 2, 2 × 3 6, 6 - 4 2, 2 + 12 എന്ത് കിട്ടും? 14 കിട്ടും. 2 സൈഡും എന്തായിട്ട് മാറും? ഈക്വലായിട്ട് മാറും. അപ്പോൾ 1 ഈസ് ദ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. മോഹൻ തൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് 5 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ ഓഫീസിൽ 10 മിനിറ്റ് വൈകിയെത്തുന്നു. വേഗത 6 km/h ആണെങ്കിൽ 10 മിനിറ്റ് നേരത്തെ ഓഫീസിലെത്തുന്നു. എങ്കിൽ ഓഫീസ് വീട്ടിൽ നിന്നും എത്ര ദൂരത്തിലാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ. അങ്ങോട്ട് ഓഫീസിലേക്ക് പോയാലും ഓഫീസിലേക്ക് വന്നാലും ഡിസ്റ്റൻസ് എന്താണ്? ഈക്വലാണ്. പക്ഷേ എന്തിലാണ് ചേഞ്ച് വരുന്നത്? ഒന്ന് ടൈമിലാണ് ചേഞ്ച് വരുന്നത്, ഒന്ന് എന്തിനാണ്? സ്പീഡിലാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ആദ്യത്തെ V1 T1 ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ V2 T2 എന്ന് എഴുതാം. അതായത് V1 T1 എന്നാണ് ഫസ്റ്റ് വെലോസിറ്റി സ്പീഡ്, ആദ്യത്തെ സമയം, രണ്ടാമത്തെ വെലോസിറ്റി അവിടുത്തെ സമയം. V1 എന്ന് പറയുന്ന സ്പീഡ് നമ്മൾ തന്നിട്ടുണ്ട് 5 km/h ആണ്. 5 കൊടുക്കാം നമുക്ക്. അതിനെടുത്ത സമയത്തെ നമുക്ക് എന്ത് വിളിക്കാം? T എന്ന് വിളിക്കാം, ടൈം എന്ന് വിളിക്കാം. സമം V2 എന്ന് പറയുന്നത് എന്താണ്? 6 km/h ആണ്. അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ടിയിൽ ചെന്നപ്പോൾ 10 മിനിറ്റ് വൈകി, ഈ ടൈമിൽ ചെന്നപ്പോൾ 10 മിനിറ്റ് നേരത്തെ. അപ്പോൾ ഈ ടൈമും തമ്മിൽ ഡിഫറൻസ് എന്താ വെച്ചാൽ ഇതിനേക്കാളും 20 മിനിറ്റ് കുറവ് മതി. ഇവിടെ ഇതിനേക്കാളും 20 മിനിറ്റ് കുറവ് മതി. അപ്പോൾ ഈ ടി എന്ന് പറയുന്നത് T - 1/3 ഹവർ ആവും. 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും 20 മിനിറ്റ് ഈസ് വാട്ട് 1/3 ഹവർ എന്ന് കിട്ടും. ദെൻ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 5T ഈസ് ഈക്വൽ ടു ഇത് 6 ഈ 3നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3 × 3 LCM എടുക്കുമ്പോൾ ഈ 3 ഇതിന് LCM എടുക്കുമ്പോൾ 6 × എന്ത് വരും? 3T - 1. ഈ 3 ഇങ്ങോട്ട് പോകും. ഈ 3 ഇങ്ങോട്ട് പോകുമ്പോൾ 3 × 5 15T ആയി. 15T ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 15T ഈസ് ഈക്വൽ ടു ഇവിടെ 6 3 18T - 6 വരും. ദാറ്റ് ഈസ് 18T - 6 വരും.
അപ്പോൾ 18T 15T പോയി. 18T - 15T = 3T കിട്ടും. 3T = 6. ഈ 6 കിട്ടുന്നുണ്ട്. അപ്പോൾ 3T = എന്ത് കിട്ടും? 6 കിട്ടും. ദെൻ 3T = 6 ആകുമ്പോൾ ടൈം T = 2 ഹവർ എന്ന് കിട്ടും. ടൈം T = 2 ഹവർ. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ ടൈം T = 2 ഹവർ ആണ്. 2 ഹവർ ആകുമ്പോൾ 2 × 5 = 10 കിലോമീറ്റർ എന്നുള്ള ആൻസർ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 10 കുറവ് എന്നുള്ളത് 10 അങ്ങോട്ടും ഇങ്ങോട്ടും കുറവാണ്. അതുകൊണ്ട് 20 ആണ് ടൈം ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യം റിലേഷൻ ചോദ്യമാണ്. റിലേഷൻ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. നോക്കാം. AB എന്നാൽ A*B എന്നാൽ എന്ന് പറയുന്നത് A*B എന്ന് പറഞ്ഞാൽ ABയുടെ മകളാണ്. A*B എന്ന് പറഞ്ഞാൽ ABയുടെ മകളാണ്. A ആണ് മകൾ. അപ്പോൾ നമ്മളിവിടെ റിലേഷൻ ചോദിക്കുന്നതിൽ വേഗം എന്ത് എഴുതിയിരിക്കുക? മകൾ എന്ന് എഴുതിയിരിക്കുക. സ്റ്റാർ കാണുന്നിടത്തൊക്കെ മകൾ. ഇവിടെ സ്റ്റാർ കാണുന്നുണ്ടോ? ഇല്ല. ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇയാളാണ് മകൾ എന്ന് എഴുതിയിരിക്കും. ഇത് മകളാണ്. അപ്പോൾ ഒറ്റ വായനയ്ക്ക് എല്ലാം കഴിയും. ഇത് മകളാണ്. അടുത്തത് A*B എന്നാൽ ABയുടെ മകനാണ്. A*B എന്നാൽ A ആണ് മകൻ. ഇവിടെ ആഷ് കാണുന്നുണ്ട് നോക്കുക. ഇവിടെ കാണുന്നില്ല. ഇവിടെ ആഷ് കാണുന്നുണ്ട് നോക്കുക. ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാരാണ്? ഇത് മകനാണെന്ന് മനസ്സിലായി. അടുത്തത് A@B എന്നാൽ ABയുടെ ഭാര്യയാണ്. ABയുടെ ഭാര്യയാണ്. A@B എന്ന് പറഞ്ഞാൽ ABയുടെ ഭാര്യയാണ്. അപ്പോൾ ഇവിടെ ഈ ഇതെന്തായി മാറി? ഇത് ഭാര്യയായി മാറി. ഈ M ഭാര്യയായി മാറി. ഇവിടെ ഇവിടെ എന്തായി മാറി? ഇതും ഭാര്യയായി മാറി. പിന്നെ ഈ ആഷാണ് കാണാനുള്ളത്. ഈ ആഷ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആഷ് എന്ന് പറഞ്ഞാൽ ABയുടെ മകനാണെന്ന്. അപ്പോൾ അപ്പം തന്നെ എഴുതിയേക്കായിരുന്നു. ഇത് മകനായി മാറി. അത് അപ്പം തന്നെ നമുക്ക് എഴുതിയേക്കാമായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും കാണുന്നുണ്ട്. ഇതെന്തായി മാറി? ഭാര്യയായി മാറി. ഇവിടെ P കാണുന്നുണ്ട്. ആഷാണ് കാണുന്നത്. ഈ P ആഷ് കണ്ടാൽ ഇതെന്തായി മാറി? ഇത് മകനായി മാറി. ഇത് മകൻ. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഒന്നാമത് എന്ന് ചോദിക്കുന്നത് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത് ചോദിക്കുന്നത് ഈ റിലേഷൻ പ്രകാരം P തെറ്റായ ബന്ധം ഏതാണ്? P M-ൻ്റെ അമ്മയാണ്. P ഈ പറയുന്നതിൽ തെറ്റായ ബന്ധം ഏത് എന്നാണ് ചോദിക്കുന്നത്. P M-ൻ്റെ അമ്മയാണ്. ഈ P ഇത് മകനാണ്. ഇത് മകനാണ് ആരുടെ? ഈ Pയുടെ. അപ്പോൾ P M-ൻ്റെ അമ്മയാണ്. കാരണം P ഭാര്യയുമാണ്. ഇയാളുടെ ഭാര്യയുമാണ്. അതുകൊണ്ട് ഈ പ്രസ്താവന ശരിയാണ്. രണ്ടാമത് N Pയുടെ ഭർത്താവാണ്. N ഇത് ഭാര്യയാണെന്ന് എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ N Pയുടെ ഭർത്താവാണ്. ഈ പ്രസ്താവന ശരിയാണ്. L M-ൻ്റെ ഭാര്യയാണ്. L M-ൻ്റെ ഭാര്യയാണ്. അതും ഈ പ്രസ്താവന ശരി. M-ൻ്റെ ഭാര്യയാണ് L എന്ന് എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടുത്തെ M ഈസ് ദ ഡോട്ടർ ഓഫ് P. M ഈസ് ദ ഡോട്ടർ ഓഫ് P എന്ന് എഴുതിയിട്ടുണ്ട്. M Pയുടെ ഡോട്ടറാണെന്ന്, മകളാണെന്ന്. ശരിക്കും മകനാണ്. അതുകൊണ്ട് ഈ പ്രസ്താവനയാണ് നമുക്കിവിടെ തെറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന പ്രസ്താവന. അടുത്ത ചോദ്യം നോക്കാം. ഈ റിലേഷനിൽ W Cയുടെ ആരാണ് എന്നാണ് ചോദ്യം. ഇതാണ് C, ഇതാണ് W Cയുടെ ആരാന്ന് ചോദ്യം. അപ്പോൾ നമ്മൾക്കിവിടെ ഈ ക്യൂമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ക്യൂവിന് നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കുന്നു. P മകനാണ്. P Wൻ്റെ മകനാണ്. മകൻ്റെ ഭാര്യയാണ് ആര്? S-ൻ്റെ മകനാണ് ആര്? C. അതുകൊണ്ട് ഇയാളുടെ മകൻ്റെ ഭാര്യയുടെ മകനാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും W ആരായിരിക്കും? ഇതിൽ പറയുന്ന പ്രകാരം മുത്തശ്ശിയാവുകയെ നിവൃത്തിയുള്ളൂ. അടുത്ത ചോദ്യം വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ചോദ്യങ്ങളാണ്. ചോദിച്ചിരിക്കുന്നത് ഇത് രോഗികളുണ്ട്, പാട്ടുകാരുണ്ട്, പ്രൊഫസറുണ്ട്, ഡോക്ടർമാരുണ്ട്. ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പ്രസ്താവന ശരിയാണ്. അത് ഏത് പ്രസ്താവനയാണ് എന്നാണ് ചോദ്യം. ഒരു രോഗിയും പ്രൊഫസറല്ല. നോക്കൂ, രോഗിയും പ്രൊഫസറും തമ്മിൽ ഇൻ്റർസെക്ഷൻ ഉണ്ടാകാൻ പാടില്ല. രോഗിയും പ്രൊഫസറും, അതായത് ഇതും തമ്മിൽ ഇൻ്റർസെക്ഷനിലായിരിക്കാം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ തീർച്ചയായിട്ടും ഇൻ്റർസെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ പ്രസ്താവന ഇത് എളുപ്പമുള്ളൊരു സെക്ഷനാണ്.
എല്ലാ പ്രൊഫസർമാരും ഡോക്ടർമാരാണ്. എല്ലാ പ്രൊഫസർമാരും ഡോക്ടർമാരാവണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് ഇത് വരേണ്ടത്. അതിൻ്റെ ഉള്ളിലല്ല വന്നിരിക്കുന്നത്. അത് കോമൺ എലമെൻറ്റ് ഉള്ളതും ഇല്ലാത്തതുമായി വന്നിരിക്കുന്നത്. എല്ലാ ഡോക്ടർമാരും പാട്ടുകാരാണ്. എല്ലാ ഡോക്ടർമാരും പാട്ടുകാരാവണമെങ്കിൽ ഇത് മൊത്തം അതിൻ്റെ ഉള്ളിൽ വരണം. ഇത് അതിൻ്റെ ഉള്ളിലല്ല വന്നിരിക്കുന്നത്. ഈ റെക്റ്റാങ്കിൾ പുറത്താണ് വന്നിരിക്കുന്നത്. അടുത്ത് പാട്ടുകാരായുള്ള ചില രോഗികൾ. പിന്നീട് നോക്കേണ്ട ആവശ്യമില്ല, തെറ്റാണ്. ഇത് പ്രസ്താവനയാണ് ശരി. ഇതാണ് ശരി. പാട്ടുകാരായിട്ടുള്ള ചില രോഗികൾ ഡോക്ടർമാരും പ്രൊഫസർമാരുമാണ്. പാട്ടുകാർ ആയിട്ടുള്ള രോഗികളുണ്ട്. അതായത് ഇതിൻ്റെ ഒക്കെ ഇൻ്റർസെക്ഷനിൽ എലമെൻ്റ് ഉണ്ടായാൽ മതി. പാട്ടുകാരായിട്ടുള്ള ചില രോഗികൾ ഡോക്ടർമാരും പ്രൊഫസർമാരുമാണ്. അതായത് ഡോക്ടർമാർക്കും പ്രൊഫസർമാർക്കും ഒക്കെ ഇൻ്റർസെക്ഷൻ വേണം. ഈ സർക്കിളിനും ഈ സ്ക്വയറിനും ഒക്കെ ഇൻ്റർസെക്ഷൻ വേണം. അപ്പോൾ അങ്ങനെ ഇൻ്റർസെക്ഷൻസ് പോസിബിളാണ്. അതുകൊണ്ട് അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് മനസ്സിലാക്കാം. അതിലടുത്ത് ചോദ്യം നോക്കാം. അത് എളുപ്പമുള്ള ചോദ്യമാണ്. ചില ഡോക്ടർമാർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ചില ഡോക്ടർമാർ പാട്ടുകാരല്ല. ശരിയായതല്ല ഏതുണ്ട്, ശരിയല്ലാത്ത. ചില ഡോക്ടർമാർ പാട്ടുകാരല്ല. അതായത് ഇവർക്ക് പൊതുവല്ലാത്ത സ്ഥലം വേണം, ഡോക്ടർമാർക്കും പാട്ടുകാർക്കും. ഇവിടെ ഡോക്ടർമാരും പാട്ടുകാരും നോക്കും. ഇവിടെ ഡോക്ടർമാർ എന്ന് പറയുന്നത് ഇതാണ്, പാട്ടുകാർ എന്ന് പറയുന്നത് ഏതാണ്? ഈ ട്രയാങ്കിളാണ്. അപ്പോൾ ഇവിടെയുള്ള നോക്കുമ്പോൾ ചില ഡോക്ടർമാർ എന്തല്ല, പാട്ടുകാരല്ല. അപ്പോൾ ഈ പ്രസ്താവന ശരിയാണ്. അടുത്ത ചോദ്യം, എല്ലാ രോഗികളും പാട്ടുകാരാണ്. എല്ലാ രോഗികളും ഈ രോഗികൾ ഫുള്ള് അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? എല്ലാ രോഗികളും പാട്ടുകാരാണ്. രോഗികൾ ഫുള്ള് ഈ റെക്റ്റാങ്കിളിലാണ്, പാട്ടുകാരല്ല നിൽക്കുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. രോഗികളായുള്ള ഡോക്ടർമാർ പാട്ടുകാരാണ്. അതായത് ഡോക്ടർമാർ എവിടെയാണ്? ഈ റെക്റ്റാങ്കിളിൽ. രോഗികളായിട്ടുള്ള ഡോക്ടർമാർ എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിലുള്ളതായിരിക്കും. അവരൊക്കെ പാട്ടുകാരാണ് എന്ന പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ആ പ്രസ്താവനയും നമുക്കെന്താണ്? ശരിയാണെന്ന് കിട്ടും. അപ്പോൾ 34 എല്ലാ ഡോക്ടർമാരും പാട്ടുകാരാണ്. എല്ലാ ഡോക്ടർമാരും പാട്ടുകാരാണ്. ഈ ഡോക്ടർമാരൊക്കെ പാട്ടുകാരല്ല. അപ്പോൾ ഈ പ്രസ്താവനയാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് മനസ്സിലാവും. അതാണ് നമ്മളുടെ ആൻസർ. ആ ആൻസറാണ് നമുക്ക് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ബന്ധവുമില്ലാത്ത രണ്ട് പ്രസ്താവനകളാണ്. യാഥാർത്ഥ്യവുമായി ബന്ധവുമില്ലാത്ത രണ്ട് പ്രസ്താവനകളാണ്. പക്ഷേ ഈ പ്രസ്താവനകൾക്കനുസരിച്ച് കൊണ്ട് നമ്മൾ ചിന്തിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് രണ്ട് പ്രസ്താവനകളാണ്. ചില മുയലുകൾ പക്ഷികളാണ്. എന്ന് പറയുമ്പോൾ ഇത് മുയൽ, ഇത് പക്ഷി. ഇത് മുയലുകളാണ്, ഇതെന്താണ്? പക്ഷികളാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ചില മുയലുകൾ എന്തായി മാറി? പക്ഷികളായി മാറി. അപ്പോൾ ഇങ്ങനെയാണ് ആ സെറ്റ് വരയ്ക്കേണ്ടത്. എല്ലാ പക്ഷികളും പച്ചക്കറികളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സെറ്റ് എങ്ങനെ വരയ്ക്കും? എല്ലാ പക്ഷികളും പച്ചക്കറികളാണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ തൽക്കാലം നമുക്കിപ്പോൾ ഇവിടെ തന്നെ വരച്ചാൽ മതി. ഇതിൻ്റെ ലോജിക്കിന് അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഇവിടെ വരയ്ക്കാം. എല്ലാ പക്ഷികളും പച്ചക്കറികളാണ് എന്നുള്ളത് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ എല്ലാ പക്ഷികളും പച്ചക്കറികളായി. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മുയലുകളും ഇവിടെ പച്ചക്കറികളാവും. പക്ഷെ അവിടെ പ്രസ്താവന ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നതിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഈ പക്ഷികളെ തന്നെ നമുക്ക് എന്തായിട്ടെടുക്കാം? നമുക്കിപ്പോൾ ഈ പ്രസ്താവന പ്രകാരം ഈ പക്ഷികളെ തന്നെ എന്തായിട്ടെടുക്കാം? പച്ചക്കറികളായിട്ടെടുക്കാം. അപ്പോൾ ചില മുയലുകൾ പക്ഷികളാണ്, എല്ലാ പക്ഷികളും എന്താണ്? പച്ചക്കറികളാണ് എന്ന് മനസ്സിലായി. എല്ലാ പക്ഷികളും പച്ചക്കറികളാണ് മനസ്സിലായി. ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു സെറ്റ് ഉണ്ടെങ്കിലേ വരയ്ക്കാൻ പറ്റും. മുയലുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കൂടി വരയ്ക്കാൻ കഴിയണം. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മളിപ്പം വരയ്ക്കുന്നതിൽ അർത്ഥമല്ല. അപ്പോൾ ചോദ്യം ചോദിക്കുന്നില്ല, നിഗമനങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത്? ചില പക്ഷികൾ മുയലുകളാണ്. നമ്മൾ നോക്കൂ, ചില പക്ഷികൾ. അപ്പോൾ ഈ പക്ഷികൾ ഇവിടെയും പക്ഷിയാണ്, അതെന്തന്നെയാണ്? മുയലുകളാണ്. അപ്പോൾ ഈ പ്രസ്താവന ശരിയാണ്. ഒരു പക്ഷിയും മുയലല്ല എന്ന് പറയാം. കാരണം ചില പക്ഷികൾ മുയലുകളാണല്ലോ. അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ്. ചില പച്ചക്കറികൾ മുയലുകളാണ്. പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഏതന്നെയാണ്? ഇതന്നെയാണ്. അപ്പോൾ ഇതിനെയും പക്ഷി എന്ന് വിളിക്കുക, ഇതിനെയും പക്ഷി പച്ചക്കറി എന്ന് വിളിക്കുക. ഇവിടെ ഉള്ളതിനെ പക്ഷി എന്ന് വിളിക്കുക, പച്ചക്കറി എന്ന് വിളിക്കുക. അപ്പോൾ ഈ പക്ഷികൾ എന്തായി മാറി? ചില പച്ചക്കറികൾ മുയലുകളാണ്. ചില പച്ചക്കറികളൊക്കെ ഏതാണ്? മുയലുകളാണ്. അതായത് ഇവിടെ പച്ചക്കറികളാണ്,
ഇത് പച്ചക്കറികളുണ്ട്. അപ്പോൾ പച്ചക്കറികൾ എന്ന് വിളിക്കുന്നതിൽ ചില ആളുകൾ ആരൊക്കെയാണ്? മുയലുകൾ തന്നെയാണ്. അപ്പോൾ ശരിയാണ്. എല്ലാ പച്ചക്കറികളും മുയലുകളാണ്. എല്ലാ പച്ചക്കറികളും മുയലുകളാണ് എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. എല്ലാ പച്ചക്കറികളും മുയലുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ പച്ചക്കറി, ഇതും പച്ചക്കറിയാണ്, പക്ഷേ ഇതെന്തല്ല, മുയലല്ല. വളരെ സിമ്പിളായിട്ട് സെക്ഷനാണ്. നമുക്ക് എന്താ പറയുക, 1ഉം 3ഉം ഫോളോ ചെയ്യുന്നുണ്ട് പറയാം. 1ഉം 3ഉം ഫോളോ ദ റിസൾട്ട്. അത് വളരെ എളുപ്പമുള്ളതാണ്. നമ്മൾ ആലോചിച്ച് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സെക്ഷനാണ്. അടുത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട സെക്ഷൻ എന്ന് മാത്രമേ ഇതിൽ അർത്ഥമുള്ളൂ. അല്ലാതെ വേറെ ഇതിൽ നമുക്ക് വളരെ വർക്ക് ചെയ്യാനൊന്നുമില്ല. നോക്കാം നമുക്ക്. ചുവടെ കൊടുത്തിരിക്കുന്നത് PQRST എന്നിങ്ങനെ വ്യത്യസ്ത ഭാരത്തോട് കൂടിയ 5 പുസ്തകങ്ങളാണ്. നമ്മൾ പറയുന്നത് P ഉണ്ട്, Q ഉണ്ട്, R ഉണ്ട്, S ഉണ്ട്, T ഉണ്ട്. 4 പുസ്തകങ്ങളാണ് കയ്യിലുള്ളത്. പിയുടെ ഭാരം ക്യൂവിൻ്റെ ഭാരത്തിൻ്റെ ഇരട്ടിയാണ്. പിയുടെ ഭാരം ക്യൂവിൻ്റെ ഭാരത്തിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ ക്യൂവിൻ്റെ ഭാരം എന്താണോ അതിൻ്റെ ഇരട്ടിയാണ് പിയുടെ ഭാരം എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് 2x എന്ന് എഴുതാം. പിയുടെ ഭാരം ക്യൂയുടെ ഭാരത്തിൻ്റെ ഇരട്ടിയായതുകൊണ്ട് 2x എന്ന് എഴുതാം. ഇനി പിയുടെ ഭാരം ക്യൂവിൻ്റെ ഭാരത്തിൻ്റെ ഇരട്ടിയാണ്. ക്യൂവിൻ്റെ ഭാരം ആറിൻ്റെ ഭാരത്തിൻ്റെ 3.5 മടങ്ങാണ്. ക്യൂവിൻ്റെ ഭാരം ആറിൻ്റെ ഭാരത്തിൻ്റെ 3.5 മടങ്ങാണ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ എഴുതുമ്പോൾ 6ൻ്റെ 3.5 മടങ്ങാണിത്. അപ്പോൾ നമ്മൾ ഈ എക്സ് ഡിവൈഡ് ബൈ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് 3.5 എന്ന് എഴുതാം. എക്സ് ഡിവൈഡ് ബൈ 3.5. എസിൻ്റെ ഭാരത്തിൻ്റെ 3.5 മടങ്ങാണ്. ആറിൻ്റെ ഭാരം, ഇനി പറയുന്നത് ആറിൻ്റെ ഭാരം എസിൻ്റെ ഭാരത്തിൻ്റെ പകുതിയാണ്. ആറിൻ്റെ ഭാരം എസിൻ്റെ ഭാരത്തിൻ്റെ പകുതിയാണ്. ഇതിൻ്റെ ഇരട്ടിയാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ 2x/3 1/2 എന്ന് എഴുതാം. ഇതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആറിൻ്റെ ഭാരം എസിൻ്റെ ഭാരത്തിൻ്റെ പകുതിയാണ്. എസിൻ്റെ ഭാരം ടിയുടെ ഭാരത്തിൻ്റെ പകുതിയാണ്. എസിൻ്റെ ഭാരം ടിയുടെ ഭാരത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ എസിൻ്റെ ഭാരം ടിയുടെ ഭാരത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ എസിൻ്റെ ഭാരം ടിയുടെ ഭാരത്തിൻ്റെ പകുതിയാണെന്ന് പറയുമ്പോൾ ഇതാണ് ഡബിള്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, 4x/3 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ 2 ചോദ്യങ്ങളാണുള്ളത്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആറിൻ്റെ ഭാരം, ഇതിൽ വരാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ആറിൻ്റെ ഭാരം എസ് എന്ന പുസ്തകം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പുസ്തകത്തിനേക്കാൾ ഭാരം കൂടിയ പുസ്തകമാണ് എന്നാണ് ചോദ്യം. എസ് എന്ന പുസ്തകം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിനേക്കാൾ ഭാരം കൂടിയ പുസ്തകമാണ് എന്നാണ് ഒരു ചോദ്യം. അത് നമുക്ക് ചോദ്യം കൂടെ തന്നെ ആൻസർ ചെയ്യാം. എസ് എന്ന പുസ്തകം നമുക്ക് ഇതിൻ്റെ പകുതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഭാരം കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഭാരം കുറവായ പുസ്തകം. നമ്മൾ ഇതിൻ്റെ പകുതിയാണിത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പുസ്തകങ്ങളുടെ ഭാരം അവരോഹണക്രമത്തിൽ സൂചിപ്പിക്കുന്നത് ഏതാണ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവരോഹണക്രമത്തിൽ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ അത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിലേതായിരിക്കും വലുത്? ഇതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ പി ആയിരിക്കും ഏറ്റവും വലുത്. കാരണം ദാറ്റ് ഈസ് 2x ആണ് പി. പിന്നെ വലുത് ഏതായിരിക്കും? പിന്നെ വലുത് നമുക്ക് ഈ ടി ആയിരിക്കും പിന്നെ വലുത്. ടി ആണ് വലുത് വരാൻ കാരണം ഇവിടെ 4/3 1/2 ആണുള്ളത്. 4നെ 3 1/2 ആണ് ഡിവൈഡ് ചെയ്യുന്നത്. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 4നെ 3 1/2 കൊണ്ട് ചെയ്താൽ 1നേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് പിന്നെ വരുന്നത് ടി ആയിരിക്കും. പി ടി കഴിഞ്ഞ് പിന്നെ വരുന്നത് എക്സ് ആയിരിക്കും. ക്യൂ ആണ് പിന്നെ വരിക. കാരണം ഇതിൻ്റെ എക്സിൻ്റെ ഡിനോമിനേറ്ററിൽ വലുതല്ലേ, 2നേക്കാൾ വലിയ നമ്പറാണല്ലോ ഇവിടെ ഉള്ളത്. പിന്നെ വരുന്നത് എസ് ആയിരിക്കും. എസ് പിന്നെ വരുന്നത് ആർ ആയിരിക്കും. അപ്പോൾ PTQSR എന്നുള്ള ഓപ്ഷനാണ് നമ്മളവിടെ ആൻസറായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ 2 ചോദ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. എസ് എന്ന പുസ്തകം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് പുസ്തകത്തേക്കാൾ ഭാരം കൂടിയതാണ്? അത് നമ്മൾ പറഞ്ഞത് 6 എന്നുള്ള ഭാരം. പിന്നെ നമ്മൾ ഈ ഓപ്ഷനും പറയുകയുണ്ടായി. ദാറ്റ് ഈസ് PT. പി ആണ് വലുത് എന്ന് പറഞ്ഞു. പിന്നെ വരുന്ന ടി ആണെന്ന് പറഞ്ഞു. ഈ ഓപ്ഷനാണ് വലുത്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരിക്കും. നമുക്ക് വെൻ ഡയഗ്രം വെച്ചുള്ള വളരെ സിമ്പിൾ കണക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ക്ലാസ്സിൻ്റെ പകുതി കുട്ടികൾ സംഗീത മത്സരത്തിനും, അപ്പോൾ അതിനെ വരച്ച് വയ്ക്കുക. ഒരു ക്ലാസ്സിൻ്റെ പകുതി കുട്ടികൾ എന്തായി പോയി? സംഗീത മത്സരത്തിനും. ബാക്കിയുള്ളവരിൽ പകുതി പേർ ഡാൻസ് മത്സരത്തിനും. ബാക്കിയുള്ളവരിൽ പകുതി പേർ എന്തായി മാറി? ഡാൻസ് മത്സരത്തിനും പങ്കെടുക്കുന്നു. എന്നിട്ട് പറയുന്നത് സംഗീത മത്സരത്തിന് പങ്കെടുക്കുന്നവരുടെയും പകുതിയും ഡാൻസ് മത്സരത്തിന് പങ്കെടുക്കുന്നവരുടെ പകുതിയും നാടക മത്സരത്തിൽ പങ്കെടുക്കുന്നു. സംഗീത മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ പകുതിയും
ഡാൻസ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ പകുതിയും ചേർന്നിട്ടാണ് എന്തിൽ പങ്കെടുക്കുന്നത്, നാടക മത്സരത്തിൽ പങ്കെടുക്കുന്നത് എങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഷെയ്ഡഡ് പോർഷൻ ഏതെന്നാണ് ചോദ്യം. അതിനെ സൂചിപ്പിക്കുന്ന ഷെയ്ഡഡ് പോർഷൻ ഏത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനെ സൂചിപ്പിക്കുന്ന ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഇത് ഈ വേണമെങ്കിൽ ട്രയാങ്കിൾ വരച്ച് നോക്കിയാൽ മതി. പകുതി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് അതിനെ സൂചിപ്പിക്കുന്ന ഷെയ്ഡഡ് പോർഷൻ. അടുത്ത ചോദ്യം ഇതാണ്, ഈ ഫിഗർ മടക്കി വെച്ചാൽ കിട്ടാവുന്ന ക്യൂബ് ഏതാണ് എന്നാണ് ചോദ്യം. ഈ ഫിഗർ മടക്കി വെച്ചാൽ കിട്ടാവുന്ന ക്യൂബ് ഏതാണെന്നാണ് ചോദ്യം. നല്ല നിരീക്ഷണത്തിലൂടെ നമുക്ക് കാണണം എപ്പോഴും ഇതിൻ്റെ കോർണർ, ആ ഡയറക്ഷൻ, ഇതൊക്കെ സാധാരണ നമ്മൾ ഓപ്പോസിറ്റ് സൈഡൊക്കെയാണ് നോക്കൽ. ഓപ്പോസിറ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ബ്ലാങ്ക് ആണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ബ്ലാങ്ക് ഇതാണ് വരിക, ഇതിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഇതാണ് വരിക, ഓപ്പോസിറ്റ് സൈഡ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഫിഗർ പ്രകാരം ഇതേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ബ്ലാങ്ക്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ബ്ലാങ്ക് ആണോ? അതെ, ബ്ലാങ്ക് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ബ്ലാങ്ക് ആണ്. ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലേ. ബാക്കിയുള്ള സൈഡ് കാണേണ്ട ഓപ്പോസിറ്റ് ബ്ലാങ്ക് ആയിരിക്കും, കാരണം രണ്ട് സൈഡ് പിന്നെ ബ്ലാങ്ക് ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ ആ ബ്ലാങ്കിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ സ്ക്വയർ ആണെന്നാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ സ്ക്വയർ ആണ്. ഈ ഫിഗറിൻ്റെ ഓപ്പോസിറ്റ് സ്ക്വയർ വരണം. അതായത് ഈ ഫിഗറിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഈ സ്ക്വയർ വരുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഫിഗറിൻ്റെ ഓപ്പോസിറ്റ് സ്ക്വയർ വരുന്നതുകൊണ്ട് ഈ ഫിഗറിൻ്റെ ഓപ്പോസിറ്റ് സ്ക്വയർ വരില്ല. അപ്പോൾ ഇതല്ല എന്ന് മനസ്സിലാക്കാം. ഇതുണ്ട്, ഈ സ്ക്വയറും ഈ ഫിഗറും വരുന്നുണ്ടല്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് വരില്ല. അപ്പോൾ ഇതെന്തായാലും വരില്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ള അസംഷൻ നോക്കിയിട്ട് നമ്മൾ മനസ്സിലായി രണ്ടും നമ്മൾ അസംഷൻ പ്രകാരം ശരിയാണ്, ഈ രണ്ടെണ്ണം. അപ്പോഴാണ് നമ്മൾ ഈ ആരോ മാർക്ക്, ഈ ട്രയാങ്കിളിൻ്റെ ആരോ മാർക്ക് ഉണ്ടല്ലോ, ഈ ആരോ മാർക്കിൻ്റെയും ഈ ഒരു റീജിയൻ്റെയും ഒരു ഐഡിയ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ആരോ മാർക്കും ഈ റീജിയനും ഈ ആരോ മാർക്കുള്ള സ്ഥലത്തിലേക്കാണ് ഈ റീജിയൻ ജോയിൻ ചെയ്ത് നിൽക്കേണ്ടത്. ഇവിടെ അങ്ങനെയല്ല നിൽക്കണം. അതായത് ഈ സ്ഥലത്തിലേക്കാണ് ഈ റീജിയൻ, അതായത് ഇങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്ത് നിൽക്കേണ്ടത്. ഇവിടെയാണ് ഷെയ്ഡ് പോർഷൻ, ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഫിഗർ ഇതാണ്. കാരണം ആരോ മാർക്കിൻ്റെ അവിടേക്ക് ആ ഷെയ്ഡ് പോർഷൻ വരുന്നത്. അങ്ങനെ കുറേ അസസ്മെൻറ്റ് നടത്തിയാൽ നമുക്ക് ആ ഫിഗർ കിട്ടുള്ളൂ. അടുത്തത് 2006 കലണ്ടർ പ്രകാരമുള്ള ചോദ്യമാണ്. 2006 മാർച്ച് 15 ബുധനാഴ്ച ആയാൽ 2010 ഏപ്രിൽ 10 ഏത് ദിവസമാണ്? 2006 നിന്ന് 2010ലേക്ക്, 2006 നിന്ന് 2010ലേക്ക് നമുക്ക് 2007, 2008, 2009, 2010 10 വരെയുള്ള കണക്ക് നോക്കുമ്പോൾ ബുധനാഴ്ചയാണല്ലോ ഇവിടെ പറയുന്നത്. ഇവിടെ എത്തുമ്പോഴേക്ക് എന്തായിട്ട് മാറും? വ്യാഴാഴ്ചയായി മാറും. ഇവിടേക്ക് എന്തായിട്ട് മാറും? വെള്ളിയാഴ്ചയായിട്ട് മാറും. ഇവിടേക്ക് എത്തുമ്പോഴേക്കോ ശനിയും കഴിഞ്ഞ് ഞായറായിരിക്കും, കാരണം ഇത് ലീപ്പ് ഇയർ ആണ് 2008. അപ്പോൾ ശനി കഴിഞ്ഞ് ഞായറായിട്ട് മാറും. 2010 എത്തുമ്പോഴേക്കും എന്തായിട്ട് മാറും? തിങ്കളായിട്ട് മാറും. അതായത് 2010 മാർച്ച് 15 തിങ്കളാണ്. മാർച്ച് 15 2010 മാർച്ച് 15 നമ്മൾ അസസ് ചെയ്തു എന്താണ്? തിങ്കളാണ് എന്ന് അസസ് ചെയ്തു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 2015 മാർച്ച് 15 നിന്ന് ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ 31 ദിവസമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ കണക്കാക്കുമ്പോൾ എപ്പോഴും 31 നിന്ന് 15 മൈനസ് ചെയ്യണം. 15 നമ്മൾ പോകണം, അതുകൊണ്ടാണ് പറയുന്നത്. മാർച്ച് 15 നിന്നാണ് പോകുന്നത്. 15 നിന്ന് പോകുമ്പോൾ മാർച്ചിൽ 31 ദിവസം, 31 15 മൈനസ് ചെയ്യുന്നു. 15 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16 കിട്ടും. ഇനി ഏപ്രിൽ എത്ര ദിവസമുണ്ട്? 10 ദിവസമുണ്ട്. ഇതിനെ ആഡ് ചെയ്ത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുമാണ് ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7 14, ബാക്കി റിമൈൻഡർ 1. ഇവിടെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 3 കിട്ടും. ഇപ്പോൾ 2 3 5. തിങ്കളാഴ്ചയിൽ നിന്നും ഇനി 5 ദിവസം മുന്നോട്ട് പോകണം. തിങ്കളാഴ്ചയിൽ നിന്നും 7 ദിവസം മുന്നോട്ട് പോയാൽ നമുക്ക് തിങ്കളാഴ്ച തന്നെ കിട്ടും. അപ്പോൾ ആ തിങ്കളാഴ്ചയിൽ എത്തേണ്ട 2 ദിവസം പുറകോട്ട് പോന്നാൽ മതി. നമുക്ക് എന്ത് കിട്ടും? ശനിയാഴ്ച കിട്ടും. ശനി, ഞായർ, തിങ്കൾ. ദർഫോർ ആ ദിവസം എന്തായിട്ട് മാറും? ശനിയാഴ്ചയായിട്ട് മാറും. അടുത്തത് തന്നിരിക്കുന്ന ഉത്തരസൂചകങ്ങളിൽ ഏത് ചിത്രമാണ് ചുവടെ കൊടുത്തിട്ടുള്ള ചിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതെന്നാണ്. ഇതിൽ ഏത് ചിത്രമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ നന്നായിട്ട് അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. നമ്മളുടെ ഈ ഫിഗറിലുള്ളതുപോലെ ഒരു ചിത്രം ഇവിടെ കാണാൻ കഴിയും. ആ ഫിഗർ എന്ന് പറഞ്ഞ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചിത്രം എന്ന് മനസ്സിലാക്കാം.
അടുത്ത ചോദ്യം നോക്കാം. എ ബി എന്ന് പറയുന്നത് മിറർ ഇമേജ് ആണ്. ഇതിൻ്റെ മിറർ ഇമേജ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതിൻ്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കുമ്പോൾ സൂചി നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറും. സിമ്പിളാണ്. ഇതിൻ്റെ ഈ സൂചി ഇങ്ങോട്ട് മാറുമ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഇത് റൈറ്റ് പാർട്ടിലേക്ക് വരും. ഇതിപ്പോൾ ലെഫ്റ്റ് പാർട്ടിലാണ്. റൈറ്റ് പാർട്ടിലേക്ക് വരും. ഒന്നിൻ്റെ അപ്പുറത്ത് നിൽക്കണം. റൈറ്റ് പാർട്ടിൽ ഒന്നിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഇത് ഒന്നിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത്. ഇതും ഒന്നിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത്. ഇത് രണ്ടിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത്. ഇത് രണ്ടിൻ്റെ അപ്പുറത്ത്. ഇത് രണ്ടും അല്ല. ഇനി നമ്മൾ ഇത് രണ്ടുമാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ സൂചി നമുക്ക് ലെഫ്റ്റ് പാർട്ടിലേക്ക് പോകും. ലെഫ്റ്റ് പാർട്ടിൽ രണ്ടിൻ്റെ അപ്പുറത്ത് നിൽക്കണം. ഇത് നോക്കൂ, രണ്ടിൻ്റെ അപ്പുറത്താണ്. ഇതും എന്താണ്, രണ്ടിൻ്റെ അപ്പുറത്താണ്. പക്ഷേ ഇത് നമ്മൾ കറക്റ്റായിട്ട് നോക്കുമ്പോൾ ഇത് നല്ല മിഡിലാണ് എന്ന് മനസ്സിലാക്കാം. ഇത് അടുത്ത് വന്നിട്ടുണ്ട്, ഇത് മിഡിലാണ്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്, എളുപ്പത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അത് തന്നെയാണ് മനസ്സിലാക്കാം. അടുത്ത് ചുവടെ കൊടുത്തിരിക്കുന്ന ശൂന്യമായ സ്ഥലത്തിന് യോജിക്കുന്ന ചിത്രം ഉത്തര സൂചികയിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന പാറ്റേണിലെ ശൂന്യമായ സ്ഥലത്ത് യോജിക്കുന്ന ചിത്രം ഉത്തര സൂചികയിലെ പാറ്റേണിൽ നിന്ന് കണ്ടെത്തുക. വേണമെങ്കിൽ നമുക്കിത് വരച്ചു നോക്കാം. ഇത് വരച്ചു നോക്കുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് വരയ്ക്കുന്നു, നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്നു. എന്ത് വരയ്ക്കുന്നു, നമ്മൾ നേരെ ഇവിടെ ഈ സ്ക്വയർ വരയ്ക്കുന്നു. പിന്നെ എന്ത് വരയ്ക്കുന്നു, നമ്മൾ ഇത് നോക്കണം. ഇത് ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടാണ്. ഇതെങ്ങോട്ട് വരയ്ക്കണം, ഇത് ഇങ്ങോട്ട് വരയ്ക്കണം. പിന്നെ നമ്മൾ ഇത് വരയ്ക്കാണ്ട്, ഇത് ഇങ്ങോട്ട് പെർപെൻഡിക്കുലറാണ്. ഇത് ഇങ്ങനെ പാരലാണ്, ഇതും പാരലാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ പെർപെൻഡിക്കുലറാക്കിയിട്ട് വരയ്ക്കണം. ഇവിടെ നമ്മളൊരു സ്ക്വയർ വരയ്ക്കാണ്ട്, ഇവിടെയും നമ്മളൊരു സ്ക്വയർ വരയ്ക്കാണ്ട്, ഇനി ഈ വര ഇങ്ങനെയും നിൽക്കണം. പിന്നെ ഈ പുറമെയുള്ള വര ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വരയ്ക്കണം എന്നുള്ളതാണ് മനസ്സിലായത്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ ഒരു ഓപ്ഷനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ വരകൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ല എന്ന് മനസ്സിലാവും. ഇതാണെങ്കിലോ, ഇത് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ നേർക്കാണ് കൊടുത്തിരിക്കുന്നത്, അതെല്ലാം മനസ്സിലാവും. ഇതും നമ്മൾ ഓപ്ഷൻ എടുക്കുമ്പോൾ ഈ ഓപ്ഷനാണ് കറക്റ്റ് എന്ന് മനസ്സിലാവും. കാരണം ഇവിടെ രണ്ടും നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, ഈ ഡയറക്ഷനിലാണ് കിട്ടുന്നത്, അതല്ല വേണ്ടത്. ഇത് രണ്ടും ഡയറക്ഷൻ ഓക്കെയാണ്, പക്ഷേ ഇത് റൊട്ടേറ്റ് ചെയ്ത് വെക്കുമ്പോഴേക്കും അവിടെ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഈ ഓപ്ഷനാണ് ഒന്നുകൂടി അനലൈസ് ചെയ്യണം. ഇങ്ങനെ തന്നെ നോക്കരുത്, ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ ആവില്ല, അത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ആ റൊട്ടേഷനും കൂടി നമ്മൾ നോക്കണം. ഈ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഈ സീരീസ് പ്രകാരവും ഈ സീരീസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. പൊതുവെ NTSC വരുന്ന ചോദ്യമാണിത്. ഇതിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷനാണ് ഇത് കാണിക്കുന്നത്. ഈ രണ്ട് ഫിഗറിൻ്റെ ഇൻ്റർസെക്ഷൻ, അതായത് ഈ ഫിഗർ ഇതിലേക്ക് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ രണ്ടിലും കൂടിയുള്ള പാർട്ട് അവിടെ റിമെയിൻ ചെയ്യും. ഈ ഫിഗർ ഇതിലേക്ക് വരച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർസെക്ഷൻ പാർട്ടാണ്, രണ്ടിലുള്ള കോമൺ പാർട്ട് ഇവിടെ റിമെയിൻ ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇത് ഉപയോഗിക്കാം. രണ്ടിലുള്ള കോമൺ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വര നിലനിൽക്കും. അപ്പോൾ ഈ വരയാണ് ആൻസർ. ഇത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട് ഒഴിവാക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്തത്, ഈ രണ്ട് ഫിഗറും തമ്മിലൊരു ബന്ധമുണ്ട്, അതേപോലെ ഈ ഫിഗറും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിക്കുന്നത്. ഈ രണ്ട് ഫിഗറും തമ്മിലുള്ള ബന്ധം കണ്ടാൽ മനസ്സിലാവും നമുക്ക്, ദർ ഈസ് നോ ചേഞ്ച്. ഈ ഫിഗറിലൊന്നും ചേഞ്ച് ചെയ്യില്ല. പക്ഷേ മിറർ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മിറർ ഇമേജാണ്, ഇതിൻ്റെ മിറർ ഇമേജാണിത്. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കണത്. ഇതിൻ്റെ മിറർ ഇമേജിനെ പറ്റിയിട്ട് ഒരു ധാരണ എപ്പോഴും ഉണ്ടാക്കുക. ഈ ആരോ മാർക്ക് ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ ആരോ മാർക്ക് നമുക്ക് ഇവിടെ എന്ത് വരും, ഈ ആരോ മാർക്ക് ഇങ്ങോട്ടായിട്ട് വരും. ഇവിടെ ഈ റെക്റ്റാങ്കിൾ ഇങ്ങോട്ടാണ്, ഇവിടെ ഈ റെക്റ്റാങ്കിൾ ഇങ്ങോട്ട് റെക്റ്റാങ്കിളായിട്ടും വരണം. അപ്പോൾ ആരോ മാർക്ക് റെക്റ്റാങ്കിൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആരോ മാർക്ക് റെക്റ്റാങ്കിൾ നോക്കുമ്പോൾ തന്നെ ഐഡൻറ്റിഫൈ പറ്റും. യു ഗെറ്റ് ദിസ് ഈസ് ദ ആൻസർ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൻ്റെ നെക്സ്റ്റ് പെയർ കണ്ടുപിടിക്കാനാണ്. ഈ ഫിഗറും ഈ ഫിഗറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള ചോദ്യം. ഇവിടെ നോക്കൂ, ഈ ഫിഗറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഈ വി എന്നുള്ളത് എവിടെ വന്നു, ഈ ഔട്ട്സൈഡ് വി ഉള്ളിലേക്ക് പോയി, ആ ഇൻസൈഡ് ട്രയാങ്കിൾ പുറത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഔട്ട്സൈഡ് ആരോ മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്സൈഡ് ആരോ മാർക്ക് ഉള്ളിലേക്ക് പോകണം, ഈ ഇൻസൈഡ് ട്രയാങ്കിൾ പുറത്തേക്കും വരണം. എന്നിട്ട് രൂപത്തിലായിരിക്കണം. ഔട്ട്സൈഡ് ട്രയാങ്കിൾ ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്നു, ഇൻസൈഡ് ട്രയാങ്കിൾ ഇങ്ങോട്ട് വരുന്നു. അങ്ങനത്തെ ഒരു ഫിഗർ ഇവിടെ കാണുന്നത് നമുക്ക് ഇതാണ്. ബാക്കിയുള്ളതിനൊന്നും ആ ചേഞ്ച് അവിടെ കാണുന്നില്ല. അപ്പോൾ 46ാമത്തേൻ്റെ ഉത്തരം ഇതല്ല, ഇത് ഇങ്ങനെയാണ് നമ്മുടെ കർവ് നിൽക്കുന്നത്.
അപ്പോൾ ആ കർവിൻ്റെ ഡയറക്ഷൻ വേണ്ട, കർവിൻ്റെ ഡയറക്ഷൻ മാറാൻ പാടില്ല, കർവിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ തന്നെ നിൽക്കണം. ദർഫോർ യു വാണ്ട് ടു സെലക്ട് ദിസ് ഈസ് ദ ആൻസർ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ABCDE എന്നീ 5 ചിത്രങ്ങളിൽ നിന്നും ഏത് 3 ചിത്രങ്ങളുടെ കോമ്പിനേഷൻ എടുത്താലാണ് ഒരു സമചതുരം നിർമ്മിക്കാമെന്നാണ് ചോദ്യം. ഏത് 3 ചിത്രങ്ങളുടെ കോമ്പിനേഷൻ എടുത്താലാണ് സമചതുരം നിർമ്മിക്കാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ ACD എന്ന് പറയുന്ന 3 ഫിഗറുകൾ എടുത്തു കഴിഞ്ഞാൽ, എയും സിയും ഡിയും എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത 48ാമത് ചോദ്യമാണ് വ്യത്യസ്തമായത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇതിലൊന്ന് വ്യത്യസ്തമായതാണ്, ബാക്കിയുള്ളതിനൊക്കെ ഒരു കോമൺ ക്യാരക്ടർ ഉണ്ടായിരിക്കും, ഒന്ന് വ്യത്യസ്തമാണ്. യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ വ്യത്യസ്തത കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. ഈ ഡയഗണൽ എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കോമൺ എലമെൻറ്റ്, ഈ ഡയഗണൽ എലമെൻറ്റ് കോമൺ ആണ്, ഇവിടെ കോമൺ ആണ്, ഇവിടെ എന്തായാലും ഡയഗണൽ എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്, ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ് സെയിം ആണ്. ദർഫോർ വളരെ പെട്ടെന്ന് നമുക്ക് 48 എന്നുള്ള ഉത്തരം എഴുതാം. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഈ ക്വസ്റ്റ്യൻ ഇതിലേക്കും വരുമ്പോൾ ഇവിടെ ഈ ശ്രേണിയിൽ വിട്ടുപോയിരിക്കുന്ന ഇതെന്തായിരിക്കും എന്നാണ് ചോദ്യം. നമ്മൾ സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യണം. സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. നമ്മൾ ഇതിൽ നമുക്ക് ഈ മുകളിലേക്കുള്ള ഈ പാർട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെയും മുകളിലേക്കുള്ള പാർട്ടുണ്ട്, ഇവിടെയും മുകളിലേക്കുള്ള പാർട്ടുണ്ട്, ഇവിടെയും മുകളിലേക്കുള്ള പാർട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡറിൽ ചേഞ്ച് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. നമുക്ക് ഈ മുകളിലേക്കുള്ള പാർട്ടിന് 1 എന്ന് കൊടുക്കാം, ഈ താഴേക്കുള്ള ആരോ മാർക്കിന് 2 എന്ന് എഴുതാം, ഈ റെക്റ്റാങ്കിളിന് 3 എന്ന് എഴുതാം, ഈ കർവ്ഡ് സാധനത്തിന് 4 എന്ന് എഴുതാം, ഈ താഴേക്കുള്ള 2 ലൈൻസിന് 5 എന്ന് എഴുതാം. എന്നിട്ട് ഇതിനൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഇതിനെ മാർക്ക് ചെയ്ത് വയ്ക്കാം. നമ്മൾ ഈ ഫിഗറിനെ നമ്മൾ മാർക്ക് ചെയ്തു 1 2 3 4 5 എന്ന് മാർക്ക് ചെയ്തു. 1 2 3 4 5. ഇവിടെ നമ്മൾ മനസ്സിലാക്കി ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ട് ഇതിനെ മാർക്ക് ചെയ്യുക. ഈ താഴേക്കുള്ള 2 വര ദാറ്റ് ഈസ് 5 ആണ്. ഈ മുകളിലേക്ക് ഈ താഴേക്കുള്ള 2 വര 5 ആണ്. ഈ മുകളിലേക്കുള്ള ചന്ദ്രക്കല പോലെ നിൽക്കുന്നത് 1 ആണ്. ഈ റെക്റ്റാങ്കിൾ പോലെ കർവ്ഡ് ആയിട്ടുള്ളത് നമുക്ക് 4 ആണ്. ഈ താഴേക്കുള്ള ആരോ മാർക്ക് നിൽക്കുന്നത് 2 ആണ്. താഴേക്കുള്ള ആരോ മാർക്ക് നിൽക്കുന്നത് 2 ആണ്. ഈ മുകളിലേക്കുള്ള റെക്റ്റാങ്കിൾ നിൽക്കുന്നത് 3 ആണ്. അപ്പോൾ 1 2 3 4 5, ഇത് 5 1 4 2 3, 5 1 4 2 3. ഇനി ഇതിനൊന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഇതിന് മാർക്ക് ചെയ്യും. ഈ മുകളിലേക്കുള്ള റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, മുകളിലേക്കുള്ള റെക്റ്റാങ്കിൾ നമ്മളിവിടെ പറഞ്ഞത് എത്രയാണ്? ഇവിടെ പറഞ്ഞത് 3 ആണ് മുകളിലേക്കുള്ള റെക്റ്റാങ്കിൾ. ഓക്കെ 3. ഈ താഴേക്കുള്ള 2 വരെ പറഞ്ഞത് നമ്മൾ 5 ആണ്. ഓക്കെ 5. ഈ താഴേക്കുള്ള ആരോ മാർക്ക് പറഞ്ഞത് നമ്മൾ 2 ആണ്, ദാറ്റ് ഈസ് 2. ഈ മുകളിലേക്കുള്ള ചന്ദ്രക്കല പറഞ്ഞത് നമ്മൾ 4 ആണ്, ദാറ്റ് ഈസ് 4. പിന്നെ നമ്മൾ അടുത്ത് നോക്കേണ്ട 1 2 3 4 5 ആണല്ലോ. അടുത്ത് തീർച്ചയായിട്ടും രൂപ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ചന്ദ്രക്കല പറഞ്ഞത് നമ്മൾ 1 ആണ്, ദാറ്റ് ഈസ് 1. ഇത് 1 ആണ്. ആൻഡ് മുകളിലേക്കുള്ള കുട പോലെ പറഞ്ഞത് നമ്മൾ 4 ആണ്, ദാറ്റ് ഈസ് 4. 4 ആയി. ഇനി നമ്മൾ ഇതൊന്ന് നോക്കണം. ഇത് നോക്കുമ്പോൾ നമ്മൾ താഴേക്കുള്ള ആരോ മാർക്ക് പറഞ്ഞത് 2 ആണ്, 2. മുകളിലേക്കുള്ള ഈ കുട പോലെ നിൽക്കുന്നത് പറഞ്ഞു 4 ആണ്, 4. ഈ താഴേക്കുള്ള 2 വരെ പറഞ്ഞത് 5 ആണ്, 5, ഇറ്റ് ഈസ് 5. ഈ മുകളിലേക്കുള്ള റെക്റ്റാങ്കിൾ പറഞ്ഞത് നമ്മൾ 3 ആണ്, ഇറ്റ് ഈസ് 3. മുകളിലേക്കുള്ള ചന്ദ്രക്കല പറഞ്ഞത് ഇറ്റ് ഈസ് 1 ആണ്, 1. ഇനി നോക്കുക 1 2 3 4 5 3 1. നിങ്ങൾ നോക്കുമ്പോൾ കറക്റ്റ് നമ്പേഴ്സിന്. ഈ താഴത്തേക്ക് പോകുമ്പോൾ 1 5 3 2 ആരെ കാണുന്നില്ല. 1 2 3 4 5 4നെ കാണുന്നില്ല. അപ്പോൾ ഇവിടെ 4 സെലക്ട് ചെയ്യുക. 1 2 3 4 5 ആരെ കാണുന്നില്ല. 3നെ സെലക്ട് ചെയ്യുക. 1 2 3 4 5 ആരെ കാണുന്നില്ല. 1നെ സെലക്ട് ചെയ്യുക. താഴത്തേക്ക് പോകുമ്പോൾ 1 2 3 4 ആരെ കാണുന്നില്ല. 5നെ സെലക്ട് ചെയ്യുക. താഴത്തേക്ക് നോക്കുമ്പോൾ 1 2 3 4 5 ആരെ കാണുന്നില്ല. 2നെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഫിഗർ ആയിരിക്കും അവിടുത്തെ ഫിഗർ. അതായത് 4 ആണ് വരേണ്ടത്. 4 എന്ന് പറയുമ്പോൾ മുകളിലേക്കുള്ള കോട അവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഇതിൽ രണ്ടിലും വരുന്നില്ല. ഇത് 2 ഒഴിവായി. മുകളിലേക്കുള്ള കോട ഓക്കെ. പിന്നെ 4 3 പറഞ്ഞത് 3 എന്ന് പറയുമ്പോൾ ആരാണ്? റെക്റ്റാങ്കിളാണ്, ദാറ്റ് ഈസ് റെക്റ്റാങ്കിൾ. ദാറ്റ് ഈസ് ഇതും ശരിയായിപ്പോൾ. ഇനി 1 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കപ്പ് പോലുള്ള വരുന്നതാണ്, മുകളിലേക്കുള്ള കപ്പ് പോലെ വരുന്നതാണ്, അതും കറക്റ്റായി. പിന്നെ
5 എന്ന് പറയുന്നത് അല്ല, ഇത് ഈ 2 വരെയാണ്, അതും കറക്റ്റാണ്. ഈ ഫിഗറാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പല ഫിഗർ കണ്ടുപിടിക്കുന്നത്. അടുത്തത്, ഒരു കടലാസ് കഷ്ണം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ മടക്കിയ ശേഷം തന്നിരിക്കുന്നു. ഈ കടലാസ് കഷ്ണം നിവർത്തിയാൽ എങ്ങനെയിരിക്കും? 1 മുതൽ 4 വരെയുള്ള ഉത്തരശ്രേണിയിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ചില ആൻസറൊക്കെ ഇത് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൻസറാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബേസിക്കായിട്ട് നമ്മൾ എല്ലാ ഫിഗറിലും ഒരു സ്പേസ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇങ്ങനൊരു ഫിഗർ മടക്കിയിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പാർട്ടിൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിവർത്തുമ്പോൾ ഈ ഫോമാണല്ലോ കിട്ടുക, ഈ ഫോമാണ് കിട്ടുക. പക്ഷേ ആ ഫോമാണെങ്കിൽ കൂടി ഈ പാർട്ടിൽ ആ ഫിഗർ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അതായത് ഇവിടെയാണല്ലോ നമ്മൾ കട്ട് ചെയ്തത്, ഇവിടെയാണല്ലോ മുറിച്ചത്. ഈ ഒരു പാർട്ടിൽ ഈ ഫിഗറിന് ഇങ്ങനെ തന്നെ നിൽക്കാൻ കഴിയുള്ളൂ. വേറൊരു ഇവിടെയൊക്കെ മാറും, ഇവിടെയൊക്കെ മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറും. പക്ഷേ ഇവിടെ ഈ ഒരു പാർട്ടിൽ ആ ഫിഗറിന് ഒരിക്കലും മാറാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു പാർട്ടാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ആ ഒരു പാർട്ടിൽ അയന്നുള്ളത് നോക്കുക. ആ ഒരു പാർട്ടിൽ അയന്നുള്ളത് നോക്കുമ്പോൾ ഇവിടെ നോക്കും, ഈ ഒരു പാർട്ടിലാണ് നോക്കേണ്ടത്. ഈ ഒരു പാർട്ടിലാണ് നോക്കേണ്ടത്. കണ്ടോ, ഈ ഒരു പാർട്ടിൽ അതിനുള്ളത് ആരാണ്? ഈ ഒരു പാർട്ടിൽ അതിനുള്ളത് ആരാണ്? ഇയാൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. ദെർഫോർ യു ക്യാൻ സെറ്റിൽ ദിസ് ആൻസർ. അതാണ് കറക്റ്റ് ആൻസർ. അത് നിവർത്തിയിട്ടുള്ള എല്ലാ ഫിഗറുടെയും കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ പാർട്ട് മാത്രം നോക്കണം. ഈ പാർട്ട് മാത്രം നോക്കിയിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെ ഫിൽറ്റർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം ആദ്യം. ദെർഫോർ നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 2017 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്ത്. നമ്മൾ സാറ്റിൻ്റെ ഡിസ്കഷനാണ് അടുത്ത് തുടക്കുന്നത്. സാറ്റിൻ്റെ കുറച്ച് പാഠഭാഗങ്ങളൊക്കെ പഠിക്കണം. ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഓരോ ട്രിക്കുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നത്. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. തീർച്ചയായിട്ടും വലിയൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ എഴുതുന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ് കാണാം.